89.6 FM Sargakshetra SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷനാണ്. കൂടെയുള്ളത് ജോ ആണ്. ഒരു ക്രിസ്മസിന്റെ ആഘോഷം ആവേശമൊക്കെ കഴിഞ്ഞ് അടുത്ത ഒരു ആഘോഷത്തിലേക്ക് നമ്മൾ കടന്നെത്തിയിരിക്കുകയാണ്. എസ്പെഷ്യലി ചങ്ങനാശ്ശേരിക്കാർക്ക് ഒരു പ്രത്യേക ദിവസം കൂടിയാണ് ഇന്ന്. കാരണം ഇന്ന് മുതലാണ് നമ്മുടെ 53ാമത് സീനിയർ മെൻ നാഷണൽ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചത്. ആൻഡ് ഇതിനെ പ്രതി സംസാരിക്കാനായിട്ട് കുറച്ച് പേര് നമ്മുടെ കൂടെയുണ്ട്. വി ഹാവ് ജിജി ഫ്രാൻസിസ്, ജനറൽ കൺവീനർ ഓഫ് 53rd നാഷണൽ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ്, ആൻഡ് മാർട്ടിൻ ജോസഫ്, മീഡിയ കമ്മിറ്റി കൺവീനർ ഓഫ് 53rd നാഷണൽ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ്. രണ്ടുപേർക്കും എ ഗുഡ് മോർണിംഗ് ആൻഡ് എ വാം വെൽക്കം. സെയിം ടു യു ഓൾസോ. താങ്ക് യു സാർ. ആൻഡ് ആദ്യമേ തന്നെ ചോദിക്കട്ടെ, ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ? ക്രിസ്മസ് സത്യത്തിൽ അടിച്ചു വിളിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമിന്റെ പുറകിലായതുകൊണ്ട് ഞങ്ങളുടെ ക്രിസ്മസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതായിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആഘോഷം അല്ലേ? ആൻഡ് യെസ്, നമുക്കറിയാം. നമ്മൾക്ക് ആദ്യമേ തന്നെ ചോദിക്കാനായിട്ടുള്ളത്, നമ്മൾ ഈ ഫുട്ബോളിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളിൽ പൊതുവിലുള്ള ആളുകൾക്ക് ഒരു പുതിയൊരു സംഭവമാണ് ഹാൻഡ്ബോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റം. സോ ഹാൻഡ്ബോൾ എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ഒരു ചാമ്പ്യൻഷിപ്പിലെ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം അല്ലേ? ആരാണ് അപ്പം പറയാനായിട്ട് വന്നത്? ഇവിടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് നീ പറഞ്ഞോ ഇത് പറഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പം ആദ്യം മാർട്ടിൻ സാർ പറഞ്ഞോളൂ. ശരി, ഹാൻഡ്ബോളിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ ഫുട്ബോള്, ക്രിക്കറ്റ്, ബാസ്കറ്റ് ബോൾ ഇങ്ങനെയൊക്കെയുള്ള കളികൾ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കുക. പക്ഷേ ഹാൻഡ്ബോള് അല്പം കൂടി അന്യമാണെന്ന് പറയാം. പക്ഷേ ആ അന്യതാബോധം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്തവണ നമ്മൾ ഈ നാഷണൽ കോമ്പറ്റീഷൻ ഇവിടെ കൊണ്ടുവരുന്നത്. മറ്റ് കളികളിലുള്ള പ്ലെയേഴ്സിന് കിട്ടുന്ന യാതൊരു വിധത്തിലുള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ പ്രതിഫലമോ ഒന്നും ഇപ്പോൾ ഇതിനായിട്ടില്ല. പക്ഷേ അത് സത്യമുള്ള ഒരു വശമുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലോകത്തിലേക്ക് ഏറ്റവും സ്പീഡ് കൂടിയ ഗെയിമുകളിൽ 2ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് ഹാൻഡ്ബോളിനാണ്. ഈ പറഞ്ഞ ഫുട്ബോളിനോ ഹോക്കിക്കോ ഒന്നുമല്ല, ഈ ഹാൻഡ്ബോളിനാണ്. അതിൽ 1ാം സ്ഥാനം കിട്ടിയിരിക്കുന്ന ഐസ് ഹോക്കിക്കാണ്. പക്ഷേ ഐസ് ഹോക്കിയിൽ മാനുവലായിട്ടുള്ള ഗെയിമിനൊക്കെ കൂടുതൽ ചില ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ഐസ് ഹോക്കി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലി പറഞ്ഞു വരുമ്പോൾ 1ാം സ്ഥാനം തന്നെ ഹാൻഡ്ബോൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതൊരു ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ വന്നു കഴിഞ്ഞാൽ ഒരു ഗെയിമിനും കിട്ടാത്ത തരത്തിലുള്ള നല്ല മുഹൂർത്തങ്ങൾ ഈ ഹാൻഡ്ബോളിൽ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ യൂറോപ്യൻ കൺട്രീസിലും അമേരിക്കയിലൊക്കെ ഹാൻഡ്ബോളിന് നല്ല പ്രചാരമാണ്. പക്ഷേ നമ്മുടെ നാട്ടിലായിട്ടില്ല. ഈ നാഷണൽ ഗെയിം കഴിയുന്നതോടുകൂടി നമ്മുടെ നാട്ടിലും ഈ ഹാൻഡ്ബോൾ പച്ച പിടിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും മാർട്ടിൻ സാർ ഉറപ്പ് വന്നിട്ടുണ്ട്. ജിജി സാർ പറഞ്ഞാൽ ഇപ്പം എന്തായാലും ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഹാൻഡ്ബോളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പം നമ്മുടെ നാഷണൽ ചാമ്പ്യൻഷിപ്പ് എന്ന് മുതലാണ്? നമുക്കറിയാം, ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്കറിയാം 26ാം തീയതി, അതായത് ഇന്ന് ആരംഭിച്ചു എന്നുള്ള കാര്യം. എന്ന് വരെയാണ് ഈ ഒരു നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്? എവിടെയാണ് ഇതിൻ്റെ വെന്യൂ, എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? നമുക്ക് മൊത്തം 32 ടീമുകളാണ് ഈ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നത്. 28 സംസ്ഥാന ടീമുകളും അതുകൂടാതെ 4 സർവീസസ് ടീം, റെയിൽവേസ്, അങ്ങനത്തെ ടീമുകളെല്ലാം കൂടി 4 ടീമുകളാണ് നമുക്ക്. അങ്ങനെ മൊത്തം 32 ടീമാണ് ഈ പ്രാവശ്യം നമ്മുടെ 53ാമത് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നത്. അത് 26ാം തീയതി തുടങ്ങി 29ാം തീയതി ഫൈനൽ മത്സരം നടക്കുന്ന രീതിയിലേക്കാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് ചങ്ങനാശ്ശേരി സെൻറ്റ് ബ്രക്ക്മാൻസ് കോളേജിൽ 4 കോർട്ടും അതുപോലെ തന്നെ അസംഷൻ കോളേജിൽ 1 കോർട്ടുമായിട്ട് 5 കോർട്ടുകളാണ് ഒരേ സമയം കളി നടക്കുന്ന രീതിയിലാണ്. രാവിലെ 7 മുതൽ 11 വരെയും ഉച്ചയ്ക്ക് ശേഷം 3 മുതൽ വൈകിട്ട് 7 വരെയും എന്ന നിലയിലാണ് ഇപ്പോൾ ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ നമ്മുടെ 53ാമത് നാഷണൽ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് എന്ന് മുതലാണെന്നുള്ളത് കേട്ടു. ഇന്ന് മുതൽ അത് ആരംഭിച്ചു കഴിഞ്ഞു. ആൻഡ് ഇനി എത്ര ദിവസം? 29ാം തീയതി വരെ നമുക്ക് ആ ഒരു ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. അതിൻ്റെ ഒരു ആവേശം, ആഘോഷം നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്, അറിയേണ്ടതായിട്ടുണ്ട്. അതൊക്കെ കേൾക്കാൻ അറിയാം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരും കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷനാണ്. ഇന്നത്തെ SK ജംഗ്ഷന് ഒരു സ്പെഷ്യൽ കാര്യം തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹാൻഡ്ബോൾ അസോസിയേഷൻ നടത്തുന്ന 53ാമത് നാഷണൽ സീനിയർ മെൻ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ എക്സിക്യൂഷൻ ലെവലിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് നമ്മുടെ കൂടെ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ചങ്ങനാശ്ശേരിക്കാർ ആഘോഷമാക്കുന്ന ഈ ഒരു നാഷണൽ ലീഗിനെ കുറിച്ച് പറയാനായിട്ട് നമ്മുടെ കൂടെ എന്നുള്ളത് ജിജി ഫ്രാൻസിസ്, ജനറൽ കൺവീനർ ഓഫ് 53rd നാഷണൽ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ്, ആൻഡ് മാർട്ടിൻ ജോസഫ്, ദ മീഡിയ കമ്മിറ്റി കൺവീനർ
കൺവീനർ. സാർ, നമ്മളപ്പം ഈ ഒരു എന്നാണ് നടക്കുന്നത്, ഇതിൻ്റെ വെന്യൂ എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ആൻഡ് ഓൾസോ മാർട്ടിൻ സാർ പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ കേരളത്തിൽ അത്ര അധികം ആളുകൾ അത്ര കേട്ടിട്ടില്ലാത്ത എന്നാൽ പക്ഷേ കേരളത്തിൽ പച്ച പിടിപ്പിക്കാൻ നമ്മൾ ഉദ്ദേശം വെച്ചിട്ടുള്ള ഈ ഒരു ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് കേരളത്തിലേക്ക് വരുമ്പോൾ, അതും നാഷണൽ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് കേരളത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ്, എന്തൊക്കെ ഒരുക്കങ്ങളാണ്, ആൻഡ് എസ്പെഷ്യലി എന്തൊക്കെ പ്രതീക്ഷകളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്? നമുക്ക് ആ ഒരു എപ്രകാരമാണ് ഒരു പ്രതീക്ഷ? ജനറൽ കൺവീനർ എന്ന നിലയിൽ ജിജി സാർ തന്നെ അതങ്ങോട്ട് പറഞ്ഞു. ഇതിൽ ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നത് പ്രവാസിയായ ശ്രീ ബിഫി വർഗീസ്. അദ്ദേഹം ഇപ്പോൾ കേരള ഹാൻഡ്ബോൾ അസോസിയേഷൻ്റെ ചെയർമാനാണ്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് മാത്രമാണ് ആദ്യമായി ഈ കേരളത്തിലേക്ക് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് എത്തിയത്. ഈ ഒരു ചാമ്പ്യൻഷിപ്പോടുകൂടി തന്നെ കേരളത്തിൽ ഹാൻഡ്ബോൾ ഒരു പോപ്പുലർ ഗെയിമായി മാറ്റണം എന്നുള്ളതും, അതുപോലെ തന്നെ കേരളം ഇതുവരെ മുൻ വർഷങ്ങളിലൊന്നും കേരളം ഫൈനലിൽ പോലും ഇതുവരെ ഹാൻഡ്ബോൾ നാഷണൽ ചാമ്പ്യൻഷിപ്പിലെത്താൻ സാധിച്ചിട്ടില്ല. അത് ഈ വർഷം കപ്പ് നേടി കേരളം ആദ്യത്തെ വരളുന്ന ഈ വർഷം കപ്പ് നേടണമെന്നുള്ളതാണ് ഞങ്ങളുടെ ചെയർമാൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അത് സഫലമാകാൻ വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഓക്കെ സാർ, ഇപ്പം നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ഒരു എക്സിക്യൂഷൻ ലെവലിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം എന്തുമാത്രം നമ്മൾ കഷ്ടപ്പെടും, എത്ര നാൾ പിന്നിലാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. സോ ആ ഒരു എക്സിക്യൂഷൻ എങ്ങനെയായിരുന്നു, അതൊന്ന് പറയാമോ മാർട്ടിൻ സാർ? പറയാം. അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് എനിക്ക് ചെയർമാനെ വിസ്മരിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ ചെയർമാൻ ശ്രീമാൻ ബിഫി വർഗീസ് പുല്ലുകാട് എന്ന് പറയുന്നത് കായിക പാരമ്പര്യമുള്ള ഒരു തറവാട്ടിൽ നിന്ന് തന്നെ വരുന്ന ഒരാളാണ്. അദ്ദേഹം പ്രവാസിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഹൃദയം എപ്പോഴും നാട്ടിൽ തന്നെയാണ്. അതുപോലെ തന്നെ സ്പോർട്സിനോട് അദ്ദേഹത്തിന് അദമ്യമായ ഒരു ആഗ്രഹവും അതിനെ വളർത്താനുള്ള സാമ്പത്തികമായിട്ട് തന്നെ ഒത്തിരി അദ്ദേഹം സഹായങ്ങൾ നൽകുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെയാണ് അദ്ദേഹം ഈ ഹാൻഡ്ബോളിൻ്റെ കേരള ഘടകം കേരള ഹാൻഡ്ബോൾ അസോസിയേഷൻ ചെയർമാനായി സ്ഥാനമേറ്റ ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഹാൻഡ്ബോളിൻ്റെ ലോക്കൽ മത്സരങ്ങളല്ല, ഒരു നാഷണൽ ലെവൽ മത്സരം എൻ്റെ ഹോം ടൗണിൽ വെച്ച്, എൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടത്തണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളെ ജിജി ഫ്രാൻസിസ് അടക്കമുള്ള ഒരു കട്ടയ്ക്ക് കൂടെ നിന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ബെർണാഡ് തോമസ് കുരിശുമൂട്ടിൽ എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാനുണ്ട്. അദ്ദേഹമാണ് ഇതിൻ്റെ ബാക്കി ക്രമീകരണങ്ങൾ ചെയ്തതും ഇതിനുവേണ്ടിയുള്ള സംസാരങ്ങളൊക്കെ നടത്തി. ഒടുവിൽ ഭാഗ്യമെന്ന് പറയട്ടെ, മറ്റ് സ്റ്റേറ്റുകാർ സ്ഥിരം എല്ലാ വർഷവും തട്ടിക്കൊണ്ടു പോകാറുള്ള നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഇത്തവണ നമ്മുടെ കോട്ടയം ജില്ലയിൽ, കേരളത്തിൽ കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന ചെറുപട്ടണത്തിലെ പുരാതനമായ 2 കലാലയങ്ങൾ, SP കോളേജ്, സെയിൻറ്റ് ബർഗ്മാൻസ് കോളേജിലും അസംഷൻ കോളേജ് ഗ്രൗണ്ടിലുമായിട്ട് നടത്തപ്പെടുകയാണ്. ഇതിൻ്റെ എക്സിക്യൂഷൻ വളരെ പാടാണ്. കാരണം എന്താ വെച്ചാൽ മുൻപ് നമ്മൾ സംസാരിച്ച വിഷയമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോഴേക്കും ഈ ക്രിക്കറ്റിനാണെങ്കിലും ഫുട്ബോളിനാണെങ്കിലും ബാസ്കറ്റ് സ്പോൺസർ ചെയ്യാൻ ധാരാളം ആളുകൾ ഇങ്ങോട്ട് വരും. ഹാൻഡ്ബോളിൻ്റെ കാര്യം പറയുമ്പോൾ മുൻനിര ബ്രാൻഡുകളെ സമീപിച്ചിട്ട് പോലും അവർ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് കാര്യം പിടികിട്ടി, അവർക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ല. അപ്പോൾ ഈ ഒരു ഗെയിം പ്രചാരത്തിലായാൽ മാത്രമേ ഇതിന് സ്പോൺസേഴ്സിനെ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ചെയർമാൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ടൈറ്റിലാണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഒന്നിനും ഒരു കുറവും വരുത്തത്തില്ല, ഗംഭീരമായിട്ട് ഞങ്ങൾ നടത്തും. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചിലരെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. തീർച്ചയായിട്ടും അതിൽ മുഖ്യ രക്ഷാധികാരിയായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ചങ്ങനാശ്ശേരിയുടെ തന്നെ പ്രിയപ്പെട്ട MLA ശ്രീ ജോബ് മൈക്കിളാണ്. അദ്ദേഹം എല്ലാ കാര്യത്തിനും നമ്മളോട് വിളിച്ച് അന്വേഷിക്കാറുണ്ട്, നമ്മൾ കാര്യങ്ങൾ അറിയിക്കാറുണ്ട്. പലപ്പോഴും മീറ്റിങ്ങുകൾ ഞങ്ങൾ കൂടാറുണ്ട്. അതുകൂടാതെ തന്നെ ജനറൽ കൺവീനർ എൻ്റെ കൂടെ ഇപ്പോൾ ഈ ഫ്ലോറിലുള്ള ശ്രീമാൻ ജിജി ഫ്രാൻസിസ് ആണ്. ജിജി ഫ്രാൻസിസ് വളരെ ഇതുപോലുള്ള ഒട്ടേറെ കാര്യങ്ങൾ നടത്തി പരിചയസമ്പത്തുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭദ്രമാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പിന്നെ റിസപ്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് കമ്മിറ്റി നിയന്ത്രിക്കുന്ന ശ്രീ ഷാജൻ ഓവേലിലാണ്. ഷാജൻ ഓവേലി ചങ്ങനാശ്ശേരിയിലെ ഒരു നിറസാന്നിധ്യമാണ്. അദ്ദേഹത്തിന് ഒത്തിരി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തുള്ള ശീലമുണ്ട്. അക്കോമഡേഷനും മറ്റും മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ശ്രീ ഷിബു പാലാത്രയാണ്. പാലാത്ര കൺസ്ട്രക്ഷൻസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. അവർ ഈ നമ്മുടെ വെള്ളപ്പൊക്ക കാലത്തൊക്കെ കേരളത്തിൽ ചർച്ചയായ ഒരു ടീമാണ്. അപ്പോൾ അദ്ദേഹമാണ് ഷിബു പാലാത്രയാണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. ഫുഡിൻ്റെ കാര്യം നോക്കുന്ന ചങ്ങനാശ്ശേരിയിൽ തന്നെ ലീഡിങ് ഹോട്ടലായ വാണി ഹോട്ടലിലെ അനിൽ വാണിപ്പരിക്കൽ. അദ്ദേഹം കൂടെ നിൽക്കുകയാണ് കട്ടയ്ക്ക്. പ്രോഗ്രാം ആൻഡ് സ്റ്റേജ് ചെയ്യുന്നത് ജീൻ വി സോജൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു സ്നേഹിതനാണ്. അദ്ദേഹം ചങ്ങനാശ്ശേരി ക്ലബിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലും ആ കാര്യം ഭദ്രമാണ്.
പിന്നെ ഇതിൻ്റെ മീഡിയ കൺവീനറായിട്ട് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ എളിയവൻ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ കൊണ്ട് അദ്ദേഹത്തിന്റെ പേരും കൂടെ ഒന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര് മാർട്ടിൻ ജോസഫ് എന്നാണ്. നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞാണല്ലേ, പറയത്തില്ല. ഓക്കെ. പിന്നെ ശ്രീ വിനോദ് പണിക്കർ എന്ന് പറയുന്ന ചങ്ങനാശ്ശേരിയിലെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഉണ്ട്. അദ്ദേഹമാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ PRO. അദ്ദേഹവും സുദീർഘമായ വിധത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു. ഗ്രൗണ്ട് കൺട്രോൾ ആൻഡ് ടെക്നിക്കൽ അഡ്വൈസർ എന്ന് പറഞ്ഞാൽ ഞാൻ മുൻപ് സൂചിപ്പിച്ച ബെർണാഡ്, അദ്ദേഹം ഇന്ത്യൻ ടീമിൻ്റെ കോച്ച് വരെ ആയിട്ട് ഇരുന്നിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയൊരു സഹായം ഇതിനകത്തുണ്ട്. അങ്ങനെ ഫിനാൻസ് ഞങ്ങളെല്ലാവരും കൂടി കൈകാര്യം ചെയ്യും. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഫിനാൻസ് വരാനില്ല, ഞങ്ങളൊക്കെ തന്നെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നന്നായി നടന്നു കഴിഞ്ഞാൽ ഒരു അത്ഭുതം തന്നെ ആയിരിക്കും. കാരണം ആരുടെയും സഹായമില്ല, അതൊരു സ്പോൺസറെ പിടിക്കാതെ നമുക്കിത് നടത്താൻ പറ്റുന്നു എന്ന് പറയുന്നത് ഭാവിയിൽ ഇനി വരാൻ പോകുന്ന പല ചാമ്പ്യൻഷിപ്പുകൾക്കും ഒരു നാഴികക്കല്ലായി തീരും, ഒരു അവർക്ക് ആശ്രയിക്കാവുന്ന ഒരു പ്രവർത്തന രീതിയായി തീരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഓക്കെ, അപ്പം ഒരുപാട് സ്പോർട്സ് സ്റ്റാറുകൾ ഹാൻഡ്ബോളിലേക്കും തിരിയട്ടെ എന്നും ഉള്ളൊരു ആഗ്രഹത്തോടു കൂടെ നമ്മൾ നടത്തുന്ന 53ാമത് സീനിയർ മെൻ നാഷണൽ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വിവരങ്ങളാണ് SK ജംഗ്ഷനിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ചങ്ങനാശ്ശേരിക്കാർക്ക് ഒരു ആഘോഷമാക്കാനായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ മാർട്ടിൻ സാറിന് ചില കാര്യങ്ങളോട് പറയാനുണ്ട്. സാർ പറഞ്ഞാട്ടെ. ചില കാര്യം ഞാൻ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വ്യക്തിയെ ചെറിയ മിസ്റ്റേക്ക് മറന്നുപോയതാണ്. ഒരു പ്രൊഫസർ PF ജോസഫ് നിറവറ എന്ന് പറയുന്ന ഒരു കായിക അധ്യാപകനുണ്ട്. അദ്ദേഹം നമ്മുടെ ജിജി ഫ്രാൻസിസിൻ്റെ സഹോദരൻ കൂടിയാണ്. അദ്ദേഹമാണ് നമ്മുടെ മെറ്റീരിയൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്സരത്തിൻ്റെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കഴുത്തിലിട്ട് കൊടുക്കുന്ന പതക്കം തൊട്ട് ട്രോഫി തൊട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൻ്റെ കൺവീനർ അദ്ദേഹമാണ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിട്ടുപോയി, മനഃപൂർവ്വമല്ല. അദ്ദേഹമാണ് ഇതിൻ്റെ മുഖ്യമായിട്ട് ആ കാര്യങ്ങൾ ചുമതല വഹിക്കുന്നത്. അതുകൂടാതെ തന്നെ സെയിൻറ്റ് ബെർക്ക്മാൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ റെജിയച്ചൻ്റെ അടുത്ത് ഞങ്ങളിങ്ങനെ ഗ്രൗണ്ട് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ദേശീയ മത്സരമല്ലേ, അത് ഞങ്ങൾക്ക് മൈലേജ് കിട്ടുന്നതാണ്, ഒരിക്കലും ഞങ്ങളിത് നോ പറയത്തില്ല എന്ന് പറഞ്ഞ് വളരെ സഹകരണം തരികയും അസംഷൻ കോളേജിൽ നിന്ന് ഇങ്ങോട്ട് ഞങ്ങളുമുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറയുകയും ചെയ്തൊക്കെ വന്നത് ഞങ്ങൾക്ക് വലിയൊരു പ്രോത്സാഹനമായിരുന്നു. അങ്ങനെ പേരെടുത്ത് പറയാൻ ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ പോലും ധാരാളം ആളുകളുടെ സുമനസ്സുകളുടെ സഹായത്താലാണ് ഇപ്പോൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. ഓക്കെ, ഹാൻഡ്ബോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേരുടെ കൈകൾ അല്ലേ, ഒരുപാട് പേരുടെ കരങ്ങൾ പ്രവർത്തിക്കുന്ന ഈ ഒരു ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. അപ്പം മറക്കേണ്ട, ഇന്ന് മുതൽ അതായത് 26, 27, 28, 29 ദിവസങ്ങളിൽ നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ നടക്കുന്ന സീനിയർ മെൻ ഹാൻഡ്ബോൾ നാഷണൽ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചാണ് SK ജംഗ്ഷനിൽ കേൾക്കുന്നത്. ഇനിയും ധാരാളം കാര്യങ്ങൾ നമുക്ക് കേൾക്കാം, അറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ഇന്നത്തെ SK ജംഗ്ഷനിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 53ാമത് നാഷണൽ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചാണ്. ആൻഡ് ഈ ഒരു ചാമ്പ്യൻഷിപ്പിന്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആണ് നമ്മുടെ കൂടെ എന്നുള്ളത്. യെസ്, ജിജി ഫ്രാൻസിസ്, ദ ജനറൽ കൺവീനർ, ആൻഡ് ഓൾസോ മാർട്ടിൻ ജോസഫ്, മീഡിയ കമ്മിറ്റി കൺവീനർ. സാർ, നമ്മളപ്പം ഇത് എന്ന് മുതലാണ്, ഇതിന്റെ സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കാര്യങ്ങളുടെ പേരുകളൊക്കെ നമ്മൾ കേട്ടു. ആൻഡ് ഈ 26-ാം തീയതി ഇന്ന് തുടങ്ങിയ ഈ ഒരു ചാമ്പ്യൻഷിപ്പിന്റെ ഒരുക്കങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു നിങ്ങൾ സജ്ജീകരിച്ചത്? ഇപ്പം നമ്മൾ കേട്ടു ആരൊക്കെ ഏതൊക്കെയാണ് ഏറ്റെടുത്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ആൻഡ് അതുകൂടാതെ മറ്റൊരുക്കങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, അതൊന്ന് പറയാമോ? നമുക്ക് ആദ്യമായി കേരള ടീമാണ് എത്തിയത്. അവർ 21-ാം തീയതി KK എക്സ്പ്രസ്സിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ വാദ്യമേള അകമ്പടിയോടുകൂടി അവരെ സ്വീകരിച്ച് കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. അതുപോലെ തന്നെ എല്ലാ ടീമുകളെയും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്വീകരിച്ച് നമ്മുടെ കേരളീയ തനിമ വിളിച്ചോതുന്ന രീതിയിലുള്ള ഒരു സ്വീകരണമാണ് അവർക്കെല്ലാവർക്കും ഒരുക്കിയിരുന്നത്. എല്ലാവരും അവരെ വിവിധ സ്കൂളുകൾ, സെൻറ്റ് തെരേസാസ്, AKM പബ്ലിക് സ്കൂൾ, സെൻറ്റ് ജോസഫ് സ്കൂൾ, ഈ 3 സ്കൂളുകളിലേക്കാണ് അവരെ ആക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 700ഓളം കളിക്കാരാണ് നമുക്ക് 32 ടീമുകളിലായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ 40ഓളം ഒഫീഷ്യൽസ് വിവിധ സംസ്ഥാനത്ത് നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 100കണക്കിന് വോളണ്ടിയേഴ്സാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അത് ഒരു പരിധിവരെ പറഞ്ഞാൽ ഹാൻഡ്ബോളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് നമ്മൾ വോളണ്ടിയേഴ്സായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവർ ഒരു 15 ദിവസത്തോളമായി അവർ ഈ ഗ്രൗണ്ടുകളിൽ നല്ല രീതിയിൽ അവരധ്വാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്ര മെച്ചമായ രീതിയിൽ നമുക്ക് ഈ ഗ്രൗണ്ടുകളെല്ലാം ക്രമീകരിക്കാൻ സാധിച്ചത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ നാഷണൽ ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരുക്കങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മുടെ ജിജി ഫ്രാൻസിസ് സാറ് പറഞ്ഞു. മാർട്ടിൻ സാറിലേക്ക് വരുവാണെങ്കിൽ
ഇന്നത് 26-ാം തീയതി നിന്ന് തുടങ്ങി 29-ാം തീയതി ഫൈനലോട് കൂടി ഇത് അവസാനിക്കും. പക്ഷേ ഇത് കുറേ നാളുകൾക്ക് മുന്നേ നമ്മൾ പ്ലാൻ ചെയ്തൊരു കാര്യമായിരിക്കും. സോ എത്ര നാൾ മുന്നേ ആയിരുന്നു ഈ ഒരു നാഷണൽ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് നമുക്ക് കേരളത്തിൽ നടത്താം എന്നുള്ളൊരു പ്ലാൻ വന്നത്? എത്ര നാൾ മുന്നേ ആയിരിക്കും? സത്യം പറയണോ അതോ കള്ളം പറയണോ? സത്യം പറയാം. നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു 2 മാസത്തിൽ താഴെയായിട്ടുള്ളൂ. ഓക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് സമയത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തരണം ചെയ്തുകൊണ്ട് സുമനസ്സുകളായ കുറച്ച് പേർ ഒരുമിച്ച് ചേർന്നപ്പം, ഈ ചെയർമാൻ്റെ കൂട്ടുകാർ കുറച്ച് പേർ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞപ്പോൾ ഈ കാലഗണനയൊന്നും ഇവിടെ വരുന്നില്ല. കാരണം എത്ര ദിവസം കൊണ്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ ചുരുക്കം മണിക്കൂറുകൾ കൊണ്ടാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞതെന്ന് പറയുന്നതായിരിക്കും സത്യം. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ചങ്ങനാശ്ശേരിക്കാർക്ക് ഒരു ആഘോഷമാണ്, കോട്ടയംകാർക്ക് ഇതൊരു അഭിമാന നിമിഷമാണ്. കേരളത്തിന് ഇത് നമ്മൾ കപ്പടിക്കുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദിവസങ്ങളാണ് ഇനി അങ്ങോട്ട്. യെസ്, 26-ാം തീയതി മുതൽ 29-ാം തീയതി വരെ നടക്കുന്ന 53-ാമത് നാഷണൽ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചാണ് SK ജംഗ്ഷനിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് ആവേശം നിറയ്ക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM കൂടെയുള്ളത് ജോ ആണ്. ആൻഡ് ദിസ് ഈസ് SK ജംഗ്ഷൻ. ഇന്ന് SK ജംഗ്ഷനിൽ നമ്മൾ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ചങ്ങനാശ്ശേരി അല്ലെങ്കിൽ നമ്മുടെ കോട്ടയത്ത്, അതുമല്ല നമ്മുടെ കേരളത്തിൽ നടക്കുന്ന 53-ാമത് നാഷണൽ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചാണ് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് ഈ 53-ാമത് നാഷണൽ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ജനറൽ കൺവീനർ ജിജി ഫ്രാൻസിസ് ആൻഡ് മീഡിയ കമ്മിറ്റി കൺവീനർ മാർട്ടിൻ ജോസഫ്. ജിജി ഫ്രാൻസിസ് സാറിലേക്ക് ഞാൻ പോകുവാണെങ്കിൽ ഒരു കാര്യം ചോദിക്കാനുള്ളത്, സാറ് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു 32 ടീം അംഗങ്ങളാണ് നമുക്ക് ഇവിടെ പങ്കെടുക്കുന്നത് എന്നുള്ളത്. അപ്പം കേരള ടീമിനെ നമ്മൾ വരവേറ്റു, ഓരോ ടീം അംഗങ്ങളെയും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഒരു കേരള തനിമയോടുകൂടെയൊക്കെ വരവേറ്റു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ആൻഡ് ചോദിക്കേണ്ട മറ്റു കാര്യങ്ങൾ, ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ആ ടീമിനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? നമുക്ക് 28 സംസ്ഥാനത്തു നിന്നുള്ള ടീമുകളും ഉണ്ട്. കൂടാതെ റെയിൽവേ ഉണ്ട്, സർവീസസ് ഉണ്ട്, പോലീസുണ്ട്. അങ്ങനെ 32 ടീമുകളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അവരെ ഫിക്സറിങ് 8 പൂളായിട്ട് തിരിച്ച്, ആ രീതിയിലാണ് 8 പൂളായിട്ട് 4 ടീമിനെ വെച്ചുള്ള പൂളായിട്ട് തിരിച്ചാണ് മത്സരങ്ങൾ നടത്തുന്നത്. ആദ്യം ലീഗ് റൗണ്ടിലുള്ള മത്സരങ്ങൾ, അത് കഴിഞ്ഞ് പ്രീ ക്വാർട്ടർ, സെമി, ഫൈനൽ, ആ രീതിയിലാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അത് നാഷണൽ റൂളാണ്, നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടത്തേണ്ടതിൻ്റെ റൂളാണ്. ആ രീതി തന്നെയാണ് നമ്മളിവിടെയും ഫോളോ ചെയ്യുന്നത്. ഓക്കെ. അപ്പം നമ്മൾ നേരത്തെ നമ്മളിപ്പോൾ ഒരു ISL കാണുവാണെങ്കിൽ തന്നെ നമ്മൾ ചില മാച്ചസ് ഇന്ന ആൾക്കാരുടെ കളി നമ്മൾ കാണണം, ഇന്നത്തെ ദിവസം മിസ്സാവരുത്, അങ്ങനെയൊക്കെ നമ്മൾ ചില മാച്ചസ് നമ്മളിങ്ങനെ നോക്കിയിരിക്കും. അതുപോലെ നമുക്ക് അങ്ങനെ കാണാനായിട്ട് പറ്റുമോ, അതോ ആ സമയത്താണോ, എങ്ങനെയാണ് ആ ഒരു പൂള് തിരഞ്ഞെടുക്കുന്ന രീതി എങ്ങനെയാണ്? അത് ഫുള്ള് ലോട്ട് തന്നെയായിട്ടാണ് പൂള് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതപ്പോൾ എല്ലാ സംസ്ഥാനത്തിൻ്റെ ടീമുകളാകുമ്പം ഏറ്റവും ടോപ്പ് ടീമുകൾ, ഏറ്റവും ടോപ്പ് പ്ലെയേഴ്സ് തന്നെയാണ് ഈ വർഷം മത്സരിക്കാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ മത്സരങ്ങളും ഒന്നിനൊന്നിനും മെച്ചമായിരിക്കും. അതുകൊണ്ട് ഏത് മത്സരമായിരിക്കും, ഏത് ടീമിൻ്റെയാണ് ഏറ്റവും നല്ല പെർഫോമൻസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ അടിപൊളി ഒരു പെർഫോമൻസ് കാണാം. എല്ലാ കളികളും ഏറ്റവും ഭംഗിയായ രീതിയിൽ ഏറ്റവും നല്ല മത്സരം കാഴ്ചവെക്കാൻ തയ്യാറെടുപ്പോടുകൂടിയാണ് എല്ലാ സംസ്ഥാനങ്ങളും അവരുടെ ടീമുകളെ വിട്ടിരിക്കുന്നത്. ഓക്കെ. യെസ്. അപ്പം മാർട്ടിൻ സാറിലേക്ക് വരണമെങ്കിൽ മീഡിയ കമ്മിറ്റി കൺവീനർ എന്ന നിലയിൽ ഇപ്പം നമുക്ക് ചില ആളുകൾക്ക് ഈ മാച്ച് നേരിട്ട് വന്ന് കാണാനായിട്ട് പറ്റില്ല. അപ്പം അവർക്ക് എങ്ങനെ ഈ ഒരു കളിയുടെ പുരോഗതി എങ്ങനെ അറിയാനായിട്ട് സാധിക്കും? എങ്ങനെ അവർക്ക് സ്കോർ പട്ടിക എങ്ങനെ, അവർക്ക് ഒരു ആവേശം കാണും, നമ്മുടെ നാട്ടിൽ വരുന്ന ആദ്യത്തെ ഒരു ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇത് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് എങ്ങനെ അവർക്ക് അറിയാനായിട്ട് സാധിക്കും? അതൊരു നല്ല ചോദ്യമാണ്. നമുക്ക് മീഡിയയുടെ കീഴിൽ നമ്മൾ ഒരു ലൈവ് സ്ട്രീമിംഗ് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട കളികളെല്ലാം തന്നെ ലോകത്തെവിടെ ഇരുന്ന് കാണാവുന്ന വിധത്തിലുള്ള സ്ട്രീമിംഗ് ആണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അത് ടൈം മീഡിയ എന്ന ഒരു ചാനലിലൂടെ ആയിരിക്കും അത് പോകുന്നത്. പിന്നെ ആ ചാനലിൻ്റെ ലിങ്കുകൾ കേരള ഹാൻഡ്ബോൾ അസോസിയേഷൻ, ഒളിമ്പിക് അസോസിയേഷൻ, ഇന്ത്യൻ ഹാൻഡ്ബോൾ അസോസിയേഷൻ, ഇവർക്കെല്ലാം അതിൻ്റെ ലിങ്കുകൾ കൊടുത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കളിക്കാരും താല്പര്യക്കാരുമാകുന്ന ലക്ഷക്കണക്കിന് ആളുകൾ അത് വീക്ഷിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് നമ്മളിതേ കാണുന്ന കാര്യം, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെക്കുറിച്ച് അറിയാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു അറിഞ്ഞു. ആവേശം തീർന്നില്ല. പാട്ടുകൾക്ക് ശേഷം ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. SK Junction.
സർഗക്ഷേത്ര 89.6 FM കൂടെയുള്ളത് ജോ ആണ്. ആൻഡ് ദിസ് ഈസ് SK ജംഗ്ഷൻ. യെസ്, SK ജംഗ്ഷനിൽ നമ്മൾ ഇന്ന് മൊത്തത്തിൽ ഒരു ആവേശം നിറയ്ക്കുന്ന തരത്തിലുള്ള ഒരു അറിവുകളാണ് പങ്കിട്ടുകൊണ്ടേയിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ, കോട്ടയത്ത്, കേരളത്തിൽ നടക്കുന്ന 53ാമത് നാഷണൽ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ എല്ലാവരും ഈ ഒരു ക്രിസ്മസിൻ്റെ ആഘോഷം കഴിഞ്ഞ് ഈ ഒരു മാച്ച് കാണണം. കാരണം നമ്മൾക്ക് അറിയാം ഹാൻഡ്ബോൾ അത്ര നമുക്ക് കേട്ടിട്ടില്ല, പക്ഷേ ഈ ഒരു ഹാൻഡ്ബോൾ എന്ന് പറയുന്ന ആ ഒരു ഗെയിമിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ്, അത് തരുന്ന ഒരു ആവേശം എന്തുമാത്രമാണ് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാനുള്ള ഒരു അവസരം മിസ്സാക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് മീഡിയ കമ്മിറ്റി കൺവീനർ മാർട്ടിൻ ജോസഫ് ആൻഡ് ജിജി ഫ്രാൻസിസ്, ദ ജനറൽ കൺവീനർ ഓഫ് 53rd നാഷണൽ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ്. സാർ, നമ്മളപ്പം ഈ ഓരോ കാര്യത്തെക്കുറിച്ച് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളുണ്ട്, 32 ടീം അംഗങ്ങളുണ്ട്. സോ ഇവർക്കൊക്കെ എന്തൊക്കെ സൗകര്യങ്ങളാണ് നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ ഒരുക്കിയിട്ടുള്ളത്? നമ്മൾ കൊടുക്കുമ്പോൾ ദ ബെസ്റ്റ് പാർട്ടേ നമ്മൾ കൊടുക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ 53ാമത് ചാമ്പ്യൻഷിപ്പിലേക്ക് വരുന്ന മത്സരാർത്ഥികൾക്കും കാണികൾക്കുമൊക്കെ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്? ആദ്യം നമുക്ക് മത്സരാർത്ഥികളിലേക്ക് പോവാം. മത്സരാർത്ഥികൾക്ക് ഏറ്റവും നല്ല സൗകര്യങ്ങളാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. സാധാരണ നിങ്ങളൊക്കെ ശ്രദ്ധിച്ച്, മീഡിയക്കാരൊക്കെ ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് മിക്കവാറും ദിവസങ്ങളിൽ കരളലിയിക്കുന്ന ചില പടങ്ങളൊക്കെ നിങ്ങൾ പത്രത്തിൽ കാണാറുണ്ട്. ഇന്ത്യൻ ടീം ട്രെയിനിൻ്റെ ശുചിമുറിക്ക് സമയം ഇരുന്നും കടന്നും നിന്നുമൊക്കെ യാത്ര ചെയ്യുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്ന് പറയണക്ക് ഇവരെ വിളിച്ചുകൊണ്ട് പോകാൻ ആരുമില്ല, വീട്ടുകാർ മാത്രമേ ഉള്ളൂ, അവർക്ക് യാത്രയപ്പ് കൊടുക്കാൻ ആരുമില്ല. കപ്പുമായിട്ടൊക്കെ വരുന്നത് അനാഥ ആളുകൾ വരുന്ന പോലെ വരുന്ന കാഴ്ചകളൊക്കെ കാണാറുണ്ട്. ചങ്ങനാശ്ശേരിയിൽ വന്നിറങ്ങിയിരിക്കുന്ന ഒരു ഹാൻഡ്ബോൾ പ്ലെയറും ഒരു പരാതിയും പറയാതെ തിരിച്ചു പോകുമെന്നുള്ളതിന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ അവരുടെ ക്ഷേമം ഞങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ചങ്ങനാശ്ശേരി പട്ടണത്തെ ഇളക്കി മറിച്ചൊരു റോഡ് ഷോ ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ സ്വന്തം ടീം, അല്ല നമ്മുടെ സ്വന്തം ടീം. അതിനെ നമ്മൾ ഗ്രൗണ്ടിൽ കൊണ്ടെത്തിച്ചത് ചങ്ങനാശ്ശേരിക്കാരെ മുഴുവൻ കാണിച്ചുകൊണ്ടായിരുന്നു. എന്ന് പറഞ്ഞത് കണക്ക് അവിടെ വന്നിറങ്ങുന്ന 32 ടീമുണ്ടെങ്കിൽ 32 ടീമിനെയും മാലയിട്ട് സ്വീകരിച്ച് കേരളീയ വേഷം ധരിച്ച പെൺകുട്ടികളും ചെറുപ്പക്കാരും പയ്യന്മാരും ഒക്കെ ഇരുന്ന് കുറി തൊട്ട് മാലയിടിയിച്ച് അവരെ വണ്ടിയിൽ കയറ്റി അവരുടെ താമസ സ്ഥലത്ത് അവർക്കുള്ള അപ്പോഴത്തേക്ക് കൊടുക്കാനുള്ള ഫുഡ് അടക്കമാണ് അവരെ നമ്മളിവിടെ കയറ്റുന്നത്. മുൻപ് ഇത് മത്സരങ്ങൾ നടത്തിയിട്ടുള്ള പലരും ഇത് കണ്ടിട്ട് പറയുന്നത് ഒരിക്കലും ഇതുപോലെ ആരും ചെയ്തിട്ടില്ലെന്നാണ്. ഇപ്പം ഞങ്ങളെ തന്നെ പൊക്കിയടിക്കുകയാണെന്നൊന്നും വിചാരിക്കരുത്. ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് ചങ്ങനാശ്ശേരിയിൽ വന്നിട്ട് പോകുന്ന ഒരു വ്യക്തി പോലും, ഒരു സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ഒരു കളിക്കാരൻ പോലും ശരിയായില്ല എന്ന് പറയല്ലേ, മരിച്ച് അവരുള്ള കാലത്തോളം അവർ അവരുടെ മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുന്ന ഒരു അനുഭവമാക്കി ഇത് മാറ്റണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഓക്കെ, അപ്പം അവർക്ക് എങ്ങനെയാണ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്? അക്കോമഡേഷൻ ഒക്കെ എങ്ങനെയാണ് അവർക്ക് ഒരുക്കിയിട്ടുള്ളത്? ജിജി ഫ്രാൻസിസ് പറഞ്ഞതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിലെ പ്രമുഖമായ നല്ല ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്കൂളുകളിൽ അവർക്ക് താമസമുണ്ട്. അവിടെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്രൗണ്ടിൽ വന്നാൽ അവിടെയും ഭക്ഷണം എത്തിച്ചു കൊടുക്കും. ഒഫീഷ്യൽസിന് ചങ്ങനാശ്ശേരിയിലുള്ള മുൻനിര ഹോട്ടലുകളിലെല്ലാം തന്നെ റൂമുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അവർക്ക് 1-2 പേര് വന്ന് താമസവും തുടങ്ങിക്കഴിഞ്ഞു. ഒരു ദാരിദ്ര്യം അനുഭവപ്പെടാത്ത വിധത്തിൽ തന്നെയാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത്. യെസ്, നമുക്കറിയാം ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ ആഘോഷത്തിൻ്റെയും നിറവിൻ്റെയും തന്നെ ഒരു നിമിഷങ്ങളാണ്. അത് നമ്മുടെ ചാമ്പ്യൻഷിപ്പിലൂടെ നമ്മളതങ്ങ് ആഘോഷമാക്കുകയാണ്. ജിജി സാറിലേക്ക് വരുമ്പോൾ നമ്മളിപ്പം മത്സരാർത്ഥികൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ കേട്ടു. ഇനിയിപ്പം കാണികൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് അവർക്ക് ആ ഒരു മികച്ച എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് ഒരുക്കിയിട്ടുള്ളത്? കാണികൾക്ക് കളി വീക്ഷിക്കാനായിട്ട് നമുക്ക് പ്രവേശനം സൗജന്യമാണ്. അതുകൂടാതെ നമുക്ക് എല്ലാ ദിവസവും രാവിലത്തെ സെക്ഷനിലും വൈകിട്ടത്തെ സെക്ഷനിലും നറുക്കെടുപ്പ്, ലക്കി ഡ്രോ ഉണ്ട്. അത് 10,000 രൂപ പ്രൈസ് കൊടുത്ത് ഉള്ള, രാവിലെയും 10,000 രൂപ പ്രൈസ് കൊടുക്കുന്നു, ഉച്ച കഴിഞ്ഞും 10,000 രൂപ പ്രൈസ് കൊടുക്കുന്നു. ആ രീതിയിൽ ഏകദേശം 10,000 രൂപയോളം പ്രൈസ് കൊടുത്താണ് നമ്മൾ ഈ ലക്കി ഡിപ്പ് നടത്തുന്നത്. അതുകൂടാതെ മൊബൈൽ ഫോട്ടോഗ്രാഫിക്കും അതുകൂടാതെ മീഡിയ പേഴ്സണിനും ഫോട്ടോഗ്രാഫിക്ക് നമ്മൾ മത്സരം വെച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല ഫോട്ടോ എടുക്കുന്നവർക്ക്, അത് സബ്മിറ്റ് ചെയ്യുന്നവർക്ക് 10,000 രൂപ പ്രൈസും, അതുപോലെ മൊബൈൽ ഫോട്ടോ എടുക്കുന്നവർക്ക് 5,000 രൂപ പ്രൈസും നമ്മൾ ഫൈനലിൻ്റെ അന്ന് തന്നെ നമ്മൾ നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഒരു എന്താ പറയുക, ഒരു ഫോട്ടോഷൂട്ട് കോൺടെസ്റ്റിൻ്റെ തന്നെ അവിടെ നടക്കുന്നുണ്ട് അല്ലേ? ജി സാറേ, നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോ വന്നാൽ സമ്മാനം കൊടുക്കുമോ? എങ്ങനെയാണ്? തീർച്ചയായിട്ടും. ആര് ഏറ്റവും ഫോട്ടോ, എൻ്റെ ജൂറി ആ ഫോട്ടോ തിരഞ്ഞെടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് പ്രൈസ് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ എന്തായാലും വരാം. നിങ്ങൾ റേഡിയോ ജോക്കികൾക്കും ജേർണലിസ്റ്റുകൾക്കും എല്ലാം അവസരം തന്നിട്ടുണ്ട്. ഞങ്ങൾ ആരെയും ഒഴിവാക്കുന്നില്ല. ഓൾ ആർ വെൽക്കം. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ കാണികൾക്ക് ഒരുക്കിയിട്ടുള്ള സൗകര്യം, അപ്പം കാണികൾക്ക് വേണ്ടി എസ്പെഷ്യലി പറയുവാണെങ്കിൽ ലക്കി ഡ്രോ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നു. അപ്പം എന്തായാലും ആവേശകരമായിട്ടുള്ള ഒരു ആഘോഷം തന്നെയാണ് ചങ്ങനാശ്ശേരിയിൽ ഈ ദിവസങ്ങളിൽ നടക്കാനായിട്ട് പോകുന്നത്. അപ്പം മിസ്സാക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി എന്തായാലും ഒരു അടിപൊളി പാട്ടിലേക്കാണ് വരുന്നത്. സോ കീപ് on listening to Sargക്ഷേത്ര 89.6 FM. 89.6 FM Sargക്ഷേത്ര.
SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. എൻ്റെ കൂടെ 2 സ്പെഷ്യൽ ആളുകളും കൂടെ ഉണ്ട്. സോ സാർ, ജിജി ഫ്രാൻസിസ് സാർ, നമ്മുടെ 53ാമത് നാഷണൽ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ ജനറൽ കൺവീനർ എന്ന നിലയിൽ സാറിൻ്റെ ഒരു കാര്യം ചോദിക്കട്ടെ. നമുക്കറിയാം ഈ ഒരു സമയത്ത് ക്രിസ്മസിൻ്റെ തിരക്ക് കഴിയുന്ന ഒരു സമയമാണ്, അതുപോലെ തന്നെ ന്യൂ ഇയറിൻ്റെ തിരക്ക് തുടങ്ങുന്ന ഒരു സമയം, ആൻഡ് ഓൾസോ നമുക്ക് ചെറിയൊരു ഗതാഗത തടസ്സമൊക്കെ നേരിടാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. അപ്പം ഇതെങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കാണാനായിട്ട് വരുന്നവരെല്ലാം ബാധിക്കാൻ ഇടയുണ്ടോ? അവർക്ക് എന്ത് സൗകര്യങ്ങളാണ് ഗതാഗതത്തിനോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിട്ടുള്ളത്? ചങ്ങനാശ്ശേരി സെൻറ്റ് ബെക്കോയിൻസ് കോളേജിനെ കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ പാർക്കിംഗ് ഏരിയയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ആയിരക്കണക്കിന് വണ്ടികൾ വന്നാലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ സെൻറ്റ് ബെക്കോയിൻസ് കോളേജിലുണ്ട്. അതിന് പാർക്കിംഗ് ഒരു തടസ്സമേ അല്ല. കളി കാണാൻ വരുന്നവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ ഇഷ്ടംപോലെ ഗ്രൗണ്ടുകളും പാർക്കിംഗ് ഏരിയ ഉള്ളതുകൊണ്ട് ഇടാനുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട്. പിന്നെ കളിക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ തലേദിവസം തന്നെ പിറ്റേ ദിവസത്തെ കളി അവരുടെ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് കൊടുക്കുന്നുണ്ട്. അവർ താമസ സ്ഥലത്തു നിന്നും ഗ്രൗണ്ടിലേക്ക് എത്തിക്കുന്നതും എല്ലാം ഓരോരോ ടീമിനും ബസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ പാലാത്ര ഷിബു ഉത്തരവാദിത്തത്തോട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയും അവർക്കും ഈ അവരുടെ കളിസ്ഥലങ്ങളിലെത്താൻ യാതൊരു തടസ്സവുമില്ല. ബസ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം മാർട്ടിൻ സാർ, നമ്മുടെ മീഡിയ കമ്മിറ്റി കൺവീനറിലേക്ക് പോകുവാണെങ്കിൽ ഒരു കാര്യം ചോദിക്കാനുള്ളത്, നമുക്കറിയാം 52 ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്സ് ഇതിന് മുന്നേ നടന്നിട്ടുണ്ട്. നടക്കാനായിട്ട് പോകുന്ന 53ാമത് ചാമ്പ്യൻഷിപ്പാണ്. സോ ഈ 53ാമത് നാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്ക് വരുമ്പോൾ, ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിലേക്ക് വരുമ്പോൾ എന്തൊക്കെ യുണീക്നെസ് ആണ് നമ്മൾ ഈ ഒരു മാച്ചിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്? വ്യത്യസ്തമായ രീതിയിലാണ് അതിൻ്റെ തുടക്കം മുതൽ നമ്മൾ പ്രവർത്തിച്ചിരിക്കുന്നത്. അതിനകത്ത് മുൻപ് ആരും കാണിച്ച ശീലങ്ങളൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ചില രീതികളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊക്കെ കൃത്യമായ കണക്കൂട്ടിലായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ മനസ്സിലാവുന്നുണ്ട്. അതിനകത്ത് പാളിച്ചകളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് യുണീക്കാണ്. അതുകൂടാതെ തന്നെ ഒരു വ്യത്യസ്തമായ അനുഭവം എന്ന് പറഞ്ഞാൽ, കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന കളിക്കാർ, അവർ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന, അവർക്ക് കേരളത്തെക്കുറിച്ച് ഉള്ള തെറ്റിദ്ധാരണയാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രോഷർ അവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ, കളിക്കിടയ്ക്കോ കളിയുടെ ശേഷമോ അവർക്ക് പോകണമെങ്കിൽ അതിനുള്ള മാപ്പ് സഹിതമുള്ള ബ്രോഷർ തയ്യാറാക്കിയിട്ടുണ്ട്. അത് പ്രിൻറ്റ് ചെയ്ത് എല്ലാവരുടെയും കിറ്റിനകത്ത് കൊടുക്കും. ഈ കിറ്റിൽ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാവും. വെൽക്കം കിറ്റാണ്. അക്കൂടെ തന്നെ ഈ ഒരു സംഗതി ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അത് കൊള്ളാം. അത് ഒരു യൂണീക്ക് ഐറ്റം ആണ് അല്ലേ? അത് ശരിക്കും അതിൻ്റെ ഐഡിയ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ബിഫിയുടെയും ഞങ്ങളുടെയൊക്കെ ഒരു കോമൺ ഫ്രണ്ട് UN പ്രവർത്തിക്കുന്ന ഒരു പീയൂഷ് ആൻ്റണിയുണ്ട്. പുള്ളിക്കാരിയാണ് ഞങ്ങളോട് പറഞ്ഞത്, അത് ഞാൻ സെറ്റ് ചെയ്ത് തന്നോളാം, ഒന്ന് പ്രിൻ്റ് അടിച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ടൈപ്പ് സെറ്റ് വരെ ചെയ്ത് പ്രസ്സിലേക്ക് അയച്ചു കൊടുത്തിരിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തോട് എനിക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത് ഞങ്ങൾക്ക് നേരെ വലുതൊന്നും ഉണ്ടാക്കാൻ, അദ്ദേഹം അത് തിരക്കിനിടയിലും യൂണിസെഫിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന പീയൂഷ് ആൻ്റണിയാണ് ഞങ്ങൾക്ക് തന്നത്. അത് ഞങ്ങളെല്ലാ കളിക്കാർക്കും കൊടുക്കുന്നതായിരിക്കും. ഓക്കെ. ചങ്ങനാശ്ശേരിയിൽ ഇരുന്ന് കുറച്ച് പേര് പ്രവർത്തിക്കുന്നു, UN ഇരുന്ന് മറ്റു കുറച്ച് പേര് പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരുപാട് പേരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് നടക്കുന്ന നമ്മുടെ നാഷണൽ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് SK ജംഗ്ഷനിലൂടെ. So keep on listening to Sargakshetra 89.6 FM. 89.6 FM Sargakshetra. SK Junction. ചങ്ങനാശ്ശേരിയിലെ ആഘോഷ നിറവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മുതൽ, അതായത് 26-ാം തീയതി മുതൽ 29-ാം തീയതി വരെ നടക്കുന്ന 53ാമത് നാഷണൽ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചാണ് SK ജംഗ്ഷനിൽ ഇതേ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ എന്നുള്ളത് ഈ നാഷണൽ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ ജനറൽ കൺവീനർ ജിജി ഫ്രാൻസിസ് ആൻഡ് മീഡിയ കമ്മിറ്റി കൺവീനർ മാർട്ടിൻ ജോസഫ്. സാർ, നമ്മളിപ്പം ഒരുപാട് പേരുടെ കരങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ പിൻബലം, അല്ലെ, ഒരു സപ്പോർട്ട് നമ്മുടെ ഈ ഒരു ചാമ്പ്യൻഷിപ്പിലുണ്ട് എന്ന് പറഞ്ഞു. ആൻഡ് ഈ ഒരു നിമിഷത്തിൽ ഇപ്പം പ്രോഗ്രാം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കിട്ടുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്. ഒന്ന് തുടങ്ങി, നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് അതൊന്ന് തുടങ്ങി കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പം ഈ ഒരു സന്തോഷത്തിൽ ഒരുപാട് പേരുടെ സഹായങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. ഇപ്പം കുറച്ച് പേരുടെ പേര് മാർട്ടിൻ സാറ് പറഞ്ഞു, ആൻഡ് മറ്റ് ചിലവർ ഇപ്പം നമുക്കറിയാം ഒരു കിറ്റ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരുപാട് പേരുടെ മനുഷ്യരുടെ മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എത്തും. കുറച്ച് പേർക്കൊക്കെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്ന ഒരു മൊമെൻ്റ് ആക്കി ഞാൻ ജിജി സാറിലേക്ക് തരുവാണെങ്കിൽ ആരോടൊക്കെ ആയിരിക്കും അത് പറയാനായിട്ടുള്ളത്? നമ്മുടെ ഒരു വ്യത്യസ്തമായ ഒരു രീതിയായിരുന്നു ഈ 800ഓളം പേർക്ക് ഒരു കിറ്റ് കൊടുക്കുക എന്നുള്ളത്. അതിൽ നമ്മൾ യൂണിബിക്ക് ബിസ്ക്കറ്റിൻ്റെ സപ്പോർട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അതിനകത്ത് അവരുടെ പ്രോഡക്റ്റ്സ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഏഷ്യൻ ചിപ്സിൻ്റെ അവരുടെ പ്രോഡക്റ്റ്സ് നമ്മളതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മഴവില്ല് അവരുടെ സപ്പോർട്ട്, അങ്ങനെ ഒത്തിരിയേറെ പേരുടെ സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾ ഈ കിറ്റ് നമുക്ക് എല്ലാവരിലും കൊടുക്കാൻ സാധിച്ചത്. അതിന് അവരോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു.
ഓക്കെ, യെസ്. അങ്ങനെ ആ ഒരു വശം ആൻഡ് മറ്റൊരു വശത്തിലേക്ക് പോലും മാർട്ടിൻ സാറിന് എന്താണ് പറയാനുള്ളത്? ജിജി സാറ് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷേ എനിക്ക് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെ മറക്കാൻ പറ്റും. ഇതിൻ്റെ മീഡിയ പാർട്ട്ണർ എന്ന് പറയുന്നത് മനോരമ ഓൺലൈനാണ്. അവർ വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്തു. ഞങ്ങളുടെ റേഡിയോ പാർട്ട്ണറെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ജോയ്ക്ക് മനസ്സിലാവും. സർഗക്ഷേത്ര എന്ന് പറയുന്ന FM റേഡിയോ ആണ്. അറിയാം. അത് മാത്രമല്ല, ആദ്യ സമയത്ത് ഇറക്കിയ ഒരു വീഡിയോയിൽ സർഗക്ഷേത്രയിലെ ഒരു റേഡിയോ ജോക്കിയാണ് ഞങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്തത്. എനിക്ക് തോന്നുന്നു അങ്ങനെ കണ്ടാണ്. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സപ്പോർട്ട് നമ്മുടെ അലക്സ് പ്രായ്ക്ലോച്ചൻ്റെ നേതൃത്വത്തിൽ കിട്ടിയത് ഞങ്ങൾക്ക് ആദ്യം ഒരു ഉണർവായിരുന്നു. കാരണം അച്ഛനാണ് കുറച്ച് ഐഡിയാസ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ അങ്ങനെ ഈ മീഡിയ പാർട്ട്നേഴ്സ്, അതുകൂടാതെ തന്നെ വരുന്ന ടൈം മീഡിയ എന്നൊരു മാധ്യമ സ്ഥാപനത്തിൻ്റെ സപ്പോർട്ടുണ്ട്. thecinema.com എന്ന് പറയുന്ന ഒരു സിനിമ സംബന്ധമായ വിഷയങ്ങൾ അറിയാനുള്ള ഒരു കമ്പനിയുടെ സപ്പോർട്ടുണ്ട്. കോട്ടയം പ്രസ് ക്ലബ്ബിൽ വെച്ച് ഞങ്ങളൊരു പ്രസ് മീറ്റ് നടത്തിയുണ്ടായി. അവിടെ മാധ്യമ സഹോദരന്മാരും സ്നേഹിതന്മാരും വന്ന് ഞങ്ങൾ വല്ലാതെ സഹകരിച്ചു. പിറ്റേ ദിവസം നല്ല ബോൾഡ് ലെറ്ററിൽ പത്രത്തിലൊക്കെ ഞങ്ങൾ ഈ വാർത്ത കാണാൻ ഞങ്ങൾക്ക് ഇടവന്നു. ഇനിയാണെങ്കിലും അവരെല്ലാം സഹകരിക്കാമെന്ന് ഞങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഏതായാലും ചങ്ങനാശ്ശേരിക്കാർക്ക് അവിസ്മരണീയമായ ചില മുഹൂർത്തങ്ങൾ സമ്മാനിക്കാൻ ഈ ചാമ്പ്യൻഷിപ്പ് മൂലം കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, പ്രതീക്ഷകൾ തീരാതെ നമ്മളിത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് 29-ാം തീയതിയിലത്തെ ആ ഒരു മാച്ച് കാണാനായിട്ട്. സോ ഇനി പാട്ടുകളാണ് വരുന്നത് SK ജംഗ്ഷനിൽ. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനാണ്. ഇന്ന് SK ജംഗ്ഷനിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 53ാമത് നാഷണൽ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചാണ്. ആൻഡ് കുറച്ച് മുന്നേ നമ്മൾ പാട്ടുകൾക്ക് മുന്നേ കേട്ട് അവസാനിച്ചത് ചങ്ങനാശ്ശേരിക്കാർക്ക് ഇതൊരു വിസ്മയ കാഴ്ച തന്നെയായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ SK ജംഗ്ഷനിൽ നിന്ന് ഉടനീളം കേട്ടുകൊണ്ടിരുന്നത് 53ാമത് നാഷണൽ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചാണ്. ഈ ഒരു നാഷണൽ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ജനറൽ കൺവീനർ ജിജി ഫ്രാൻസിസ് ആൻഡ് മീഡിയ കമ്മിറ്റി കൺവീനർ മാർട്ടിൻ ജോസഫ്, ഇത് രണ്ടുപേരുമാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ്. ഈ ഒരു ചാമ്പ്യൻഷിപ്പിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി ചോദിക്കാനായിട്ടുള്ളത്, നമുക്കറിയാം നമ്മൾ ഏതൊരു പ്രോഗ്രാമിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്ന കുറച്ച് പേരുണ്ട്, കാണികളുണ്ട്, എസ്പെഷ്യലി നമ്മുടെ മത്സരാർത്ഥികളുണ്ട്, അതുപോലെ തന്നെ ചില മുഖ്യ അതിഥികളുമുണ്ട്. അപ്പം ഇവരൊക്കെയാണ് അതിനെ കുറെ കൂടെ ഫ്ലേവർഫുൾ ആക്കി മാറ്റുന്നത്. അപ്പം ആരൊക്കെയാണ് നമ്മുടെ മുഖ്യ അതിഥികൾ സാർ? മുഖ്യാതിഥികളായിട്ട് വരുന്നത് ഈ ഹാൻഡ്ബോളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹാൻഡ്ബോൾ അസോസിയേഷൻ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ആനന്ദേശ്വർ പാണ്ഡെ ഗുരുജി അദ്ദേഹം എത്തിയിട്ടുണ്ട്. രണ്ടാമതുള്ളത് ഹാൻഡ്ബോൾ അസോസിയേഷൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ദിഗ്വിജയ് ചൗട്ടാല, അദ്ദേഹമുണ്ട്. ഹാൻഡ്ബോൾ അസോസിയേഷൻ ഇന്ത്യ സെക്രട്ടറി ജനറൽ ഡോക്ടർ തേജ്രാജ് സിംഗ്, അദ്ദേഹവും എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ സുനിൽ കുമാർ, ഇവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഹാൻഡ്ബോളുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽസ് തന്നെ ധാരാളം പേര് ചരിത്രത്തിലാദ്യമായി ഈ ഒരു മത്സരത്തിന് എത്തുകയാണ്. സർ, അപ്പം ഇന്ന് വൈകുന്നേരം 6 മണിക്കാണ് നമ്മുടെ ഉദ്ഘാടനം നടക്കുന്നത്. അപ്പം സ്പെഷ്യൽ ഗസ്റ്റ് ഏതെങ്കിലും കായിക താരമാണോ അതോ സിനിമാ താരമാണോ, ആരാണ് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ്? അത് നല്ല ചോദ്യമാണ്. ഞങ്ങളോട് ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ തൊട്ട് നിങ്ങൾ ആരെയാണ് ചങ്ങനാശ്ശേരിയിൽ ഇറക്കാൻ പോകുന്നതെന്ന് പലരും ചോദിച്ചായിരുന്നു. അപ്പോൾ ചിലർ ഗസ് ചെയ്യുന്നുണ്ട്, സിനിമാ താരങ്ങളെ ഇറക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ താരങ്ങൾ, അല്ലെങ്കിൽ കായിക താരങ്ങളെ തന്നെ ഇറക്കുമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ ഈ ചെയർമാൻ്റെ ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ അതൊന്നും വേണ്ട. അദ്ദേഹം പറഞ്ഞ ഒരു വ്യക്തിയെയാണ് ഞങ്ങൾ അപ്രോച്ച് ചെയ്ത് അദ്ദേഹം വരാമെന്ന് പറഞ്ഞത്. അത് മറ്റാരുമല്ല, പ്രവാസി വ്യവസായിയായിട്ടിരിക്കുന്ന എന്നാൽ ചങ്ങനാശ്ശേരിയുടെ മുഖച്ഛായ തന്നെ മാറ്റാൻ ഇനി നിയോഗം ലഭിച്ചിരിക്കുന്ന ഒരു വലിയ വ്യക്തിയാണ്. ഗസ് ചെയ്യാവോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ചങ്ങനാശ്ശേരിയിലെ ഏറ്റവും വലിയൊരു ഷോപ്പിംഗ് മാളിന് തിരികൊളുത്തി അദ്ദേഹം കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുവല്ലയെയും കോട്ടയത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ചങ്ങനാശ്ശേരി പട്ടണത്തിലെ വ്യാപാര സമുച്ചയം പണിത് ചങ്ങനാശ്ശേരിയുടെ മുഖച്ഛായ മാറ്റാൻ മുൻകൈ എടുത്തിറങ്ങിയിരിക്കുന്ന ഒരു തിരുവല്ലക്കാരൻ, ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാം അദ്ദേഹത്തിൻ്റെ പേര്? ആ പേര് എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ബെറ്റർ സാറ് തന്നെ ആ ഒരു ഗാംഭീര്യത്തിൽ പറയുന്നതായിരിക്കും ഏറ്റവും. അദ്ദേഹമാണ് ശ്രീമാൻ KG എബ്രഹാം. KGA ഗ്രൂപ്പിൻ്റെ ചെയർമാനായിരിക്കുന്ന KG എബ്രഹാമാണ് നമ്മളുടെ ഈ വലിയ ഈവൻ്റ് ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരിക്കുന്നത്. അദ്ദേഹം വരുന്നത് എന്തുകൊണ്ടും ഉചിതമാണ്. ഇതുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഏതെങ്കിലും ഒരു സിനിമ നടനെയോ നടിയോ ഞങ്ങൾ കൊണ്ടുവരുന്നില്ല, മറ്റാരെയും ഉപയോഗിക്കുന്നില്ല. ചങ്ങനാശ്ശേരിയുടെ ഭൂപടം മാറ്റി വരയ്ക്കാൻ ശേഷിയുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ ഞങ്ങൾ ഒത്തിരി സന്തോഷവാന്മാരുമാണ്. ഓക്കെ, അങ്ങനെ KG എബ്രഹാം സാർ എത്തുന്നു. ഇന്ന് 6 മണിക്ക് നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നു. 29ാം തീയതി വരെ നടക്കുന്ന ഈ ഒരു നാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്ക് ജനറൽ കൺവീനർ എന്ന നിലയിൽ ജിജി സാർ എല്ലാവരെയും ഒന്നുകൂടി ഒന്ന് വെൽക്കം ചെയ്യുന്നു. ഈ കായിക മാമാങ്കം കാണുവാൻ അത്ര പോപ്പുലർ അല്ല എങ്കിൽ കൂടിയും ഈ ഒരു ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു.
ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ചങ്ങനാശ്ശേരിക്കാർ, കോട്ടയംകാർ, നമ്മുടെ കേരളത്തിലുള്ളവർ മറക്കരുത്, നമ്മുടെ കേരളത്തിൽ ഒരു നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടക്കാനായിട്ട് പോകുകയാണ്. അതിനെ ഏറ്റവും അടിപൊളിയാക്കുന്നത് കാണികളായിട്ടുള്ള നമ്മളാണ്. സോ ഡോണ്ട് മിസ് ഇറ്റ്. ഇന്ന് മുതൽ 29-ാം തീയതി വരെയാണ് നമ്മുടെ SB കോളേജ്, അസംഷൻ കോളേജിൽ വെച്ച് നടത്തപ്പെടുന്ന 53ാമത് നാഷണൽ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. സോ രണ്ടുപേർക്കും, ഇതിലെ ജനറൽ കൺവീനർ ജിജി സാറിനും അതുപോലെ തന്നെ മീഡിയ കമ്മിറ്റി കൺവീനർ മാർട്ടിൻ ജോസഫ് സാറിനും ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരു താങ്ക് യു പറയുകയാണ്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ആ ഒരു ചൂടേറിയ നിമിഷങ്ങളായിരിക്കും. ഇതൊന്ന് കഴിയുന്നത് വരെ നമുക്കൊരു ടെൻഷനായിരിക്കും. ഓക്കെ, എവറിത്തിങ് അടിപൊളിയായിട്ട് പോകണമേ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം പോവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് അസ്. നന്ദി. 89.6 FM സർഗക്ഷേത്രം.